സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗസങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ, ഹാർട്ട് ഓഫ് ഹെവൻ. നമസ്കാരം. ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ദൈവത്തിന്റെ കരം പിടിച്ച് ജീവിതത്തിലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാൻ ദൈവം നമുക്ക് ശക്തി നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയയിലും ലോകത്തിൻ്റെ അതിർത്തികൾ മുഴുവനിലും നിങ്ങൾ എനിക്ക് സാക്ഷികളായിത്തീരും. യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും, ഓരോ വിശ്വാസികൾക്കും, ഓരോ ക്രിസ്ത്യാനിയും ഇതുമാത്രമാണ് ചെയ്യേണ്ടത്. ഇതുമാത്രമാണ് ക്രിസ്തു നമുക്ക് നൽകിയ ദൗത്യം. ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സ്വസ്ഥതയുടെയും അനുഗ്രഹത്തിൻ്റെയും സുവിശേഷം പ്രഘോഷിക്കുക. ഈ ഒരു വിളി തിരിച്ചറിഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പരിശുദ്ധ വചനം അഭിഷേകമായി അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മനോഹരമായ ഒരു ദൈവസ്തുതിയോടുകൂടി നമുക്ക് ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കാം. കണ്ണുനീർത്താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ ക്രൂശിൽ നിഴൽ നിനക്കാം. ക്രൂരമാം ശോധനയോ കൂടിയിടും നേരമതിൽ
ക്രൂശിൻ നിഴൽ നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഞാനുണ്ട് അന്ത്യം വരെ. ഞാനുണ്ട് അന്ത്യം വരെ. രചയ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഏത് പ്രതികൂല സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും എനിക്ക് ഒന്നിനെയും പേടിയില്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസ പ്രഖ്യാപനം കൂടിയിട്ടാണ് ഈ ഒരു ഈ ഗാനം. ഗാനം അല്ലേ? അതെ, അതെ, അതെ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ അതിഥിയെ ക്ഷണിക്കുന്നതിനുള്ള സമയമാണ്. ഹാർട്ട് ഓഫ് ഹെവനിൽ ഇന്ന് അതിഥിയായിട്ട് എത്തുന്നത് പ്രോ ലൈഫ് മൂവ്മെന്റിൽ സജീവമായി തന്നെ നേതൃത്വ നിരയിൽ പ്രവർത്തിക്കുന്ന ബ്രദർ AP വർഗീസ്. അദ്ദേഹത്തെ നമ്മുടെ ഈ ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒത്തിരി സ്നേഹത്തോടെ ഹാർട്ട് ഓഫ് ഹെവൻ്റെ ഈ പ്രോഗ്രാമിലേക്ക് AP വർഗീസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സാറേ. Praise the Lord. സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഒത്തിരി സന്തോഷം സാറ് ഞങ്ങളുടെ ഈ വേദിയിൽ വന്നതിന്. നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾ സാറിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. നമുക്കിരുന്ന് സംസാരിച്ചാലോ? സംസാരിക്കാം. പ്ലീസ്. ഒരിക്കൽ കൂടി ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ സാറിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ്? ഇപ്പോൾ ഞങ്ങൾ ഒരു ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ലേമൻസിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഇപ്പോൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നമ്മുടേതായ ഒരു കൂട്ടായ്മ. ഈ അടുത്ത കാലത്താണോ അങ്ങനെ ഒരു കൂട്ടായ്മ രൂപം കൊണ്ടത്, അതോ നേരത്തെ ഉണ്ടായിരുന്നതാണോ? നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ്. ഞാനിപ്പോൾ അതിൽ അടുത്ത കാലത്താണ് ചേർന്നത്. അപ്പോൾ അതിന് ഒരു കാരണമുണ്ട്. ഞാൻ ഈ നവീകരണ അനുഭവത്തിൽ വന്നിട്ട് 10-40 വർഷമായെങ്കിലും ആരംഭം മുതൽ ഇതുവരെ പരിശോധിക്കുമ്പോൾ ദൈവം ഒരേ രീതിയിലല്ല എന്നെ ശുശ്രൂഷ വേദിയിലൂടെ നയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നതിന് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. 1999 എൻ്റെ ഇടവക വികാരത്തിന് പരിചയപ്പെടാൻ ചെന്നപ്പോൾ അച്ഛൻ ആദ്യം ചോദിച്ചത് നിനക്ക് എത്ര മക്കളുള്ളെന്ന് ചോദിച്ചാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു 3 മക്കളാന്ന് പറഞ്ഞു. പിന്നെ എന്തെന്നെ ഭാര്യ പ്രസവിക്കാഞ്ഞേ? അപ്പം ഞാൻ തലക്കിട്ടിട്ടു, ഉത്തരം പറയാൻ പറ്റില്ല. എങ്ങനെയുള്ളൊരു പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ചെറിയ വിഷമമായി, ഒന്നും പറയാൻ പറ്റിയില്ല. വീട്ടിൽ വന്നങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത വീട്ടിൽ 9 മക്കളുള്ള ഒരു ചേർത്തിയുണ്ട്, തിരേസ്യാമ്മ ചേർത്തി എന്ന് പറയും. എൻ്റെ ഇടവകയിൽ സുവിശേഷം ഞാൻ പ്രസംഗിക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷമുള്ളൊരു സഹോദരിയാണ് അവർ. അതിന് കാരണങ്ങളൊന്ന്
അവർക്ക് 9 മക്കളിൽ 2 മക്കളെ അച്ഛന്മാരും ഒരു കന്യാസ്ത്രീയുണ്ട്. ഒരച്ഛനൊരു CMI അച്ഛനുണ്ട്, ഷാജു പല്ലിശ്ശേരി എന്ന് പറയാം. അച്ഛന് എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേർത്തിക്കും എന്നോട് താല്പര്യമാണ്. ഇപ്പോൾ 1-2 ദിവസമായിട്ട് ഞാൻ ഇരിക്കുന്നത് കണ്ടപ്പം, സിറ്റ് ഔട്ടിൽ കണ്ടപ്പം, എന്താണ് നീ ഇരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഒരു വിലക്ക് വെച്ചിരിക്കുക ചേർത്തി എന്ന് പറഞ്ഞു. ആട്ടെ, നീ നാളെ കുർബാന കഴിയുമ്പോൾ മേടയിലേക്ക് വരണം, ഞാനവിടെ ഉണ്ടാവാമെന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് 2 അച്ഛന്മാരും ഒരു കന്യാസ്ത്രീ ഉള്ളത് കൊണ്ട് അച്ഛന്മാരുടെ മുമ്പിൽ അവർക്കൊരു പവറുണ്ട്. അങ്ങനെ കുർബാന കഴിഞ്ഞ് അച്ഛൻ ഇങ്ങനെ കയറാൻ മേലേക്ക് വരാൻ നിൽക്കുന്ന സമയത്ത്, എന്താണ് നീ നിൽക്കണമെന്ന് ചോദിച്ചു. അച്ഛൻ ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. അച്ഛൻ ഇവരോട് സുവിശേഷം പ്രസംഗിക്കരുതെന്ന് പറഞ്ഞാ. ചേർത്തി 9 മക്കളെ പ്രസവിച്ചോളല്ലേ, ഇവൻ 3 മക്കളെ പ്രസവിച്ചിട്ട് കുടുംബാസൂത്രണം ചെയ്തവനാ, ഇവൻ പ്രസംഗിക്കാൻ ഈ മകനല്ല പറഞ്ഞു. അപ്പം ചേർത്തി, അച്ഛാ ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനൊരു നിയമം ഇവിടെ ഉണ്ടായിട്ട് 50 കൊല്ലം അവൻ കഴിഞ്ഞു, അച്ഛൻ എത്ര ആൾക്കാരോട് ഇത് പ്രസംഗിച്ചു? അപ്പോൾ അച്ഛനൊന്നും വേണ്ടിയില്ല. അപ്പോൾ ചേർത്തി പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യാം അച്ഛാ, ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മാരുടെ പ്രസംഗത്തിന് വലിയൊരു പ്രസക്തി ഉണ്ട്. അപ്പം ഈ ഒരു വിഷയം പ്രസംഗിക്കേണ്ട വിഷയമാണെന്ന് ഇപ്പോൾ അച്ഛന് തോന്നിയല്ലോ, ആ വിഷയം വർഗീസ് പഠിച്ച് അച്ഛനെ കേൾപ്പിച്ചിട്ട് അത് പ്രസംഗിക്കാൻ അനുവദിക്കണം. അങ്ങനെ ഒരു ആ വിഷയം പ്രസംഗിക്കാൻ അനുവദിക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ വർഗീസ് ഒരു കാര്യം ചെയ്യും, ആദ്യം പോയിട്ട് 6 മക്കളും അതിനേക്കാൾ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ വ്യക്തിപരമായി കണ്ട് സംസാരിക്കുക. എങ്ങനെയാണ് ഇത്രയധികം മക്കള് ഉണ്ടായിട്ട് നിങ്ങൾ എങ്ങനെ കുടുംബം നയിച്ചു? അപ്പം അങ്ങനെ നീ ഒരു ഡസൺ ഫാമിലീസിനെ കാണുമ്പോൾ നിനക്ക് അതിൽ നിന്നൊരു വെളിച്ചം കിട്ടും. അപ്പം കൊടൈക്കനാലിൽ എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ഫാമിലി ഉണ്ട്, അവർക്കാണ് ഏറ്റവും കൂടുതൽ മക്കള്. എത്ര മക്കളായിരുന്നു? 8 ആണുങ്ങളും 6 പെണ്ണുങ്ങളും, 14 മക്കള്. ആ അമ്മ ഇപ്പം ജീവിച്ചിരിക്കുന്നുണ്ട്, 97 വയസ്സായി. പക്ഷെ അമ്മയ്ക്ക് ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല, ഇപ്പോഴും നടന്ന് പള്ളിയിൽ പോവും. ഗുഡ്നസ് ടിവിയുടെ വളർച്ചയിൽ കൈകോർത്ത എല്ലാ നല്ലവരായ പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിച്ച് ഞങ്ങളുടെ ഏറ്റവും പുതിയ ഉദ്യമം ഏറെ അഭിമാനത്തോടെ നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇൻ OTT പ്ലാറ്റ്ഫോം. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് HTBയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക്, ഇപ്പോഴത്തെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പുതിയ കുടുംബം രൂപപ്പെടുത്തുന്ന ദമ്പതികൾക്ക് ഒരു തെറ്റായ ധാരണയുള്ളത് ഇതാണ്: അധികം മക്കളൊന്നും വേണ്ട, കുറച്ച് 2-3 മക്കൾ, അതിലപ്പുറം അവർ ചിന്തിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അവർ ഒരു അടിസ്ഥാന കാരണം പറഞ്ഞ് ഇവരെയൊക്കെ എങ്ങനെ വളർത്തും, എങ്ങനെ പഠിപ്പിക്കും. പക്ഷേ ഇന്ന് ഇപ്പോൾ സാറ് പറയുമ്പോൾ 14 മക്കളുള്ളവർ അല്ലെങ്കിൽ 9 മക്കളുള്ളവർ, മക്കളെല്ലാം വളർന്നു, നല്ല നിലയിൽ പഠിച്ചു, ഉയർന്നു പോയി അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ? അപ്പൊ ശരിക്കും മക്കള് ഓരോ ഭവനത്തിൽ എത്രമാത്രം ഉണ്ടാകുന്നോ അത്രമാത്രം ആ കുടുംബത്തിന് അനുഗ്രഹം തന്നെയാണ്. ശരിയാണ് അല്ലേ? എൻ്റെ ചെറുപ്പത്തിലെ എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മക്കളാണ് സമ്പത്ത്. അപ്പം മക്കള് സമ്പത്താണെന്നാണ് ഇപ്പം ഞങ്ങൾ ഇപ്പോഴത്തെ യുവ ദമ്പതികളെ പഠിപ്പിക്കുന്നത്. അത് പിന്നെ മെല്ലെ മെല്ലെ കൃത്രിമ കുടുംബാസൂത്രണ മാർഗങ്ങൾ ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നു അത് ക്ലാസ് കൊടുക്കും. അപ്പം തുടക്കത്തിൽ ആദ്യം അവർക്ക് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കില്ല. അപ്പോൾ നമ്മൾ തുടങ്ങിയ മക്കളെങ്ങനെയാണ് സമ്പത്താവുന്നത്. അപ്പം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കൊടുക്കും. നമ്മുടെ നാട്ടിൽ മക്കൾ വളരെ കുറവാണ്. ഉള്ളവരാണെങ്കിൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. അപ്പോൾ ഇവിടെ മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഏകദേശം 40 ലക്ഷം വടക്കേ ഇന്ത്യക്കാരിവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 40 ലക്ഷം പേര് ഒരു മാസം 10,000 ഉറുപ്പിക വെച്ച് അവരുടെ വീട്ടിലേക്ക് അയക്കുകയാണെങ്കിൽ ഏതാണ്ട്
4000 കോടിയിലധികം ഉറുപ്പിക ഒരു മാസം കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു, സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകുന്നു വടക്കേ ഇന്ത്യക്കാർ. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു, വടക്കേ ഇന്ത്യയിൽ മക്കളത്ര ക്ഷാമം ഇല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് ഇങ്ങോട്ട് അയക്കാൻ പറ്റും. അപ്പോൾ അവര് തൊഴിൽ മേഖലകൾ തേടി അവർ വരുമ്പോൾ അവർക്ക് ഗൾഫ് രാജ്യമായിട്ട് തോന്നുന്നത് കേരളമാണ്. അവിടെ 100-150 രൂപ ഒരു ആളിന് കൂലി കിട്ടുമ്പോൾ ഇവിടെ 1000 രൂപ കിട്ടും. അപ്പം വാസ്തവത്തിൽ നമ്മൾ പരാജയപ്പെടുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ 2 മക്കളെ അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൊടുത്ത് അവരെ വളർത്തുന്നു, എഡ്യൂക്കേഷൻ കൊടുക്കുന്നു, പ്രൊഫഷണൽ ലക്ഷ്യം വെച്ചുകൊണ്ട്, തൊഴിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രീതിയാണ്. അപ്പോൾ അവർ വിദേശത്തേക്ക് പോയിട്ട് അവരവിടെ സമ്പാദിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇവിടെ ജോലി ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ. അപ്പം മാർക്കറ്റിൽ ഡിമാൻഡായി. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂലി കൂടുതൽ കൊടുക്കണം. അപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പണം നാട്ടിൽ ചെലവ് ചെയ്യാനുള്ളതില്ല. ഒരേറിയ പങ്കും നമ്മൾ ഇവിടെ കൊടുക്കേണ്ടി വരും. അതെ, ഇവിടെ ഒരു വീട് പണിയാണോ, അതോ ഇങ്ങനെ വാഹനം മേടിച്ചു, എല്ലാത്തിനും കൂലി കൊടുത്തു, എല്ലാത്തിനും എല്ലാ മേഖലകളിലും ജോലി ചെയ്യാൻ ആളില്ലാതെ വരുമ്പോൾ അധ്വാന കൂലി ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് പിന്നെ ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാലേ, ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 43 കൊല്ലം കഴിഞ്ഞു. 43 കൊല്ലം മുമ്പ് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ഒരു മാസത്തെ ശമ്പളം 140 രൂപയാണ്, ഒരു മാസത്തെ ശമ്പളം. ഞാൻ മൂത്ത മകനാണ്. അന്ന് ഭാര്യ, മക്കള്, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, വിവാഹം കഴിക്കാത്ത സഹോദരങ്ങളുണ്ട്. എന്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്? ജോലി ഞാൻ ഒരു ചിട്ടി കമ്പനി മാനേജറായിരുന്നു. ആദ്യം ഞാൻ ചിട്ടി കമ്പനിയിൽ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ജോലിക്കാരനാണ്. അപ്പം ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാൻ നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയാണ്. അപ്പം പള്ളിയിൽ അച്ഛനോട് വന്ന് എൻ്റെ അമ്മാനപ്പം വന്ന് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞിട്ടാണ് ഈ കല്യാണം നടക്കണേ. ശമ്പളം കുറവാണെങ്കിലും നല്ല സ്വഭാവമുള്ള പയ്യനാണ്, നിങ്ങൾ മോളെ കെട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് 4 പെൺകുട്ടികളാണ് ഭാര്യ വീട്ടില്, 7 ആണുങ്ങളും. അപ്പം സാമ്പത്തികം അത്രയില്ല എങ്കിലും 1.5 ഏക്കർ സ്ഥലമുണ്ട്. എൻ്റെ വീടിനേക്കാൾ വലിയ വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. മക്കളെ കൂടുതലുള്ളതനുസരിച്ച് വീട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതേ സമയത്ത് സ്ത്രീധനം കൊടുക്കാൻ അന്നത്തെ കാലത്ത് ആദ്യം നമ്മൾ ചോദിക്കുക സ്ത്രീധനമാണല്ലോ. അപ്പോൾ സ്ത്രീധനം കൊടുക്കാൻ കയ്യിലില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല, സ്ത്രീധനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അപ്പം അച്ഛൻ പറഞ്ഞു 140 രൂപ ശമ്പളം അവനുള്ളൂ, പക്ഷെ അവൻ കുടുംബം നോക്കുന്നവനാ, നിന്റെ മോളെ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കല്യാണം കഴിച്ചു കളഞ്ഞത്. അപ്പം യഥാർത്ഥത്തിൽ എൻ്റെ സ്വഭാവശീലം എങ്ങനെ എന്നിലേക്ക് കടന്നു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ഫൈനാൻസിങ് കമ്പനി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തിനുള്ളിൽ സ്വന്തമായിട്ട് ഫൈനാൻസിങ് കമ്പനി തുടങ്ങാനുള്ള തീരുമാനമായി. അന്ന് എനിക്ക് തോന്നി ഞാൻ വെറുതെ ഈ 140 രൂപ ശമ്പളത്തിന് ജോലി ചെയ്താലേ ജോലിക്കാരനായിരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അരി മേടിക്കില്ല. അതായത് നവീകരണത്തിലേക്ക് വരുന്നതിന് സ്വന്തമായിട്ട് അതെ, ഞാൻ പഠിച്ച തൊഴിലതാണ്. ഞാൻ പഠിച്ച തൊഴിലിരുന്നു കൊണ്ട് അത് ബിസിനസ്സാക്കി മാറുമ്പോൾ അതിൽ പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ലാഭം കൂടുതൽ കിട്ടില്ല. അപ്പം അന്നത്തെ കാലത്ത് പാർട്ട്ണർഷിപ്പ് ആവാൻ വലിയ മൂലധനം മുടക്കൊന്നുമില്ല. 15 പേര് കൂടി 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000 രൂപ മുടക്കിയാൽ കുറേശ്ശെ കാശല്ലേ വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഏകദേശം 1 ലക്ഷം ഒരു ഡസൻ കമ്പനികൾ ഞാൻ പാർട്ട്ണറും ഷെയർ ഹോൾഡറൊക്കെയായി. അപ്പം കാശിന് വരുമാനം കൂടി. അപ്പം പിന്നെ ഈ ചിട്ടി കമ്പനിയിൽ അക്കൗണ്ടും അൺഅക്കൗണ്ടും പണം ഉണ്ടല്ലോ. അപ്പം ഈ അൺഅക്കൗണ്ട് പണം സമ്പാദിക്കാൻ കൊള്ളില്ല എന്നാണ് ഞങ്ങളുടെ ധാരണ. അത് മുഴുക്കാൻ കുടിച്ച് അവസാനിപ്പിക്കാം. മനസ്സിലായോ? അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പുകവലിയോ മദ്യപാനമോ അങ്ങനെ ഒരു ദൂഷ്യലും ഇല്ലാത്ത ഞാൻ പെട്ടു. എന്നാ വീട്ടിൽ നല്ല മര്യാദക്കാരനൊക്കെയാണ്. പിന്നെ അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ മദ്യപിച്ച് വരുമ്പോൾ ഞാനൊരു പുലി പോലെയായി. ഭാര്യയുടെ മുമ്പിൽ ഞാനൊരു പോലീസ് ഇൻസ്പെക്ടർ പോലെയാണ്. അപ്പം ചോദിച്ചാൽ ഉടനെ, പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം.
ഇല്ലെങ്കിൽ അപ്പോൾ അടി വീഴും. ചോദിക്കുന്നതിന് ഉടനെ മറുപടി തരണം. ആ ഏ? അതെ, അല്ലെങ്കിൽ വഴക്കാവും. കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യണം. കുറച്ച് നാള് എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം എന്താന്ന് നീ പഠിക്കണം. നമ്മൾ ഇച്ചിരി കർക്കശമായി. പിന്നെ എപ്പോഴും പറയാനും നിൽക്കണ്ട. അതായത് മണിമണിയിൽ ചെയ്തോളെ കാര്യം മനസ്സിലാക്കി അങ്ങ് ചെയ്തേക്കണം. അപ്പം ഭാര്യയെ സംബന്ധിച്ച് ഞാനൊരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞാൽ തലയിൽ കയറില്ല. അപ്പം എനിക്ക് ദേഷ്യം വരും. അപ്പം അതായിരുന്നു ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസം. അതിൽ നിരാശനായ ഞാൻ വെള്ളടിക്ക് കൂടി കണ്ട് പോയി. അതേ സമയത്ത് ഭാര്യയ്ക്കൊരു നിരാശയുണ്ട്. ഭാര്യയുടെ വീട്ടിൽ വലിയ വീടാണ്, മുതൽ കുറവാണെങ്കിലും ബാത്റൂം, അറ്റാച്ച്ഡ് ഇലക്ട്രിക്കൽ ലൈറ്റ് സൗകര്യങ്ങളൊക്കെ, എല്ലാ സൗകര്യങ്ങളോട് കൂടി. എൻ്റെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കാണ്. ശരി. പിന്നെ ടോയ്ലറ്റ് സൗകര്യം എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയറാണ്. അപ്പം ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് ആണുങ്ങളുടെ വീട് കാണലൊന്നുമില്ലല്ലോ. അപ്പം കല്യാണം കഴിയുമ്പോൾ വന്ന് കാണുന്നത് ഈ കുടുസുമുറിയിലാണ്, മണ്ണെണ്ണ വിളക്ക്. അപ്പോൾ ആകപ്പാടെ കൂടി അവളുടെ ജീവിത രീതിയിൽ വലിയൊരു മാറ്റം അവൾ പ്രതീക്ഷിക്കാത്തൊരു വേദന അവിടെ കടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഈ ഉൾക്കൊള്ളാൻ പറ്റാത്തത്.